നമസ്കാരം സുഹൃത്തുക്കളെ, മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിഫ്റ്റി 50 സ്റ്റിൽ റണ്ണിങ്ങിലാണ്. മാർക്കറ്റ് ജസ്റ്റ് ക്ലോസ് ചെയ്യാൻ പോകുന്നു. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് അതിൻ്റെ ലോ മുതൽ ഹൈ വരെ അത് മാക്സിമം മൂവ് ചെയ്തേക്കുന്നത് 0.78% ആണ്. കമ്പാരിറ്റീവ്ലി അത്ര വലിയ മൂവ് അല്ല എന്ന് നമുക്ക് പറയാം. 200 പോയിൻറ്റ് തകച്ചത് മൂവ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി ഇന്നത്തെ നമ്മളുടെ സ്റ്റോക്കുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാ ദിവസവും ട്രേഡ് എടുക്കുന്നത് റിവേഴ്സൽ ട്രേഡാണ്. അപ്പോൾ അതനുസരിച്ച് നമ്മുടെ സ്റ്റോക്കുകൾ ഇന്ന് എങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ തുടക്കക്കാർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഓടിച്ചൊന്ന് പറയാം. നമ്മൾ എൻട്രി എടുക്കുന്നത് മാർക്കറ്റ് സപ്പോസ് ഈ രണ്ട് പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾക്ക് മധ്യഭാഗത്തായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തു എന്ന് കരുതുക. തലേ ദിവസം തന്നെ നമ്മൾ പ്രൈസ് ആക്ഷൻ പോയിൻറ്റുകൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് ഇതേപോലെ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് മുകളിലേക്ക് പോകുമ്പോൾ മുകളിലത്തെ റെസിസ്റ്റൻസ് എവിടെയാണോ ഉള്ളത്, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ നമ്മൾ സെൽ ഓർഡർ ഇട്ടിട്ടുണ്ടാകും, ഇമ്മീഡിയറ്റ് സപ്പോർട്ടിൽ നമ്മൾ ബൈ ഓർഡർ ഇട്ടിട്ടുണ്ടാകും. അപ്പോൾ ബൈയിൽ വന്ന് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ ബൈ ചെയ്യും. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് ലെവൽ ഓഫ് ടാർഗറ്റ് അല്ല 1:2 നമ്മുടെ എങ്ങോട്ടേക്കാണോ അങ്ങോട്ടേക്ക് ടാർഗറ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ആൾവേസ് നമ്മൾ ചെയ്യുന്നത് താഴത്തെ സപ്പോർട്ടിൽ ബൈ ചെയ്യുക, മുകളിലത്തെ റെസിസ്റ്റൻസിൽ സെല്ല് ചെയ്യുക. ഇതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇന്നത്തെ NDPCയുടെ ചാർട്ടിൽ നമുക്ക് കാണാവുന്നതാണ്. ഫസ്റ്റ് ക്യാൻഡിൽ ഓപ്പൺ ചെയ്തു, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ പോയി ഹിറ്റ് ചെയ്തു. അവിടുന്ന് 0.05% അത് മൂവ് ചെയ്തിട്ടില്ല. സോ ദാറ്റ് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തിട്ടില്ല. പിന്നെ നമുക്ക് ടാർഗറ്റ് 1% ആണ് കിട്ടേണ്ടത്. പക്ഷേ അതിന്ന് വലിയ മൂവ് കൊടുത്തിട്ടില്ല സ്റ്റോക്ക്. അതുകൊണ്ട് തന്നെ നമ്മൾ സ്റ്റിൽ പ്രോഫിറ്റിലാണുള്ളത്. 1:1 ഏകദേശം അടുത്ത് പ്രോഫിറ്റിലാണുള്ളത്. പക്ഷേ നമുക്ക് 1:2 റിസ്ക് റിവാർഡ് ഇന്ന് അവിടെ കിട്ടിയിട്ടില്ല. മാർക്കറ്റ് ഇന്നതിൽ മൊത്തം മൂവ് ചെയ്തേക്കുന്നത് നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് 1% ആണ്, 1.09% ആണ്. അപ്പോൾ പിന്നെ നമുക്ക് 1%ൻ്റെ ടാർഗറ്റ് അതിനകത്ത് ഹിറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഇനി BPCയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPCയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം കുറച്ച് വോളറ്റൈലായ രീതിയിലാണ് അതിന്ന് പെർഫോം ചെയ്തേക്കുന്നത്. മുകളിലത്തെ റെസിസ്റ്റൻസിൽ വന്ന് ഹിറ്റ് ചെയ്തു, പക്ഷേ അത് പോയിട്ട് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തതിന് ശേഷമാണ് താഴത്തേക്ക് മൂവ് ചെയ്തേക്കുന്നത്. എനിവേ നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്തില്ലായിരുന്നെങ്കിൽ 1:3 റിസ്ക് റിവാർഡിൻ്റെ ഒരു ട്രേഡായിരുന്നു അത്. പക്ഷേ ഇവിടെ അത് നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ രണ്ടെണ്ണത്തിൽ ഒരെണ്ണം നമുക്ക് പ്രോഫിറ്റാണ്, ഒരെണ്ണം ലോസാണ്. ഇനിയുള്ളത് പവർ ഗ്രിഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രൈസ് ആക്ഷൻ കറക്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഓപ്പൺ ചെയ്തു, ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസിൽ അത് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അവിടുന്ന് സെല്ല് ചെയ്യും. അവിടുന്ന് സെല്ല് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് സ്റ്റോപ്പ് ലോസിൻ്റെ ഭാഗത്തേക്കേ പോകുന്നില്ല. ഇന്നത്തെ ലോ വരെ നോക്കിക്കഴിഞ്ഞാൽ 1:3 അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 1:3യുടെ റിസ്ക് റിവാർഡ് അതിനകത്ത് കിട്ടുമായിരുന്നു. ഇപ്പോൾ നമ്മൾ നോക്കിയ 3 2 പ്രോഫിറ്റ് ഒരു ലോസാണ് നമ്മൾ കണ്ടേക്കുന്നത്. ഇനി വിപ്രോയിൽ നോക്കിക്കഴിയുമ്പോൾ നമുക്ക് കാണാം താഴത്തേക്ക് വന്ന് ഹിറ്റ് ചെയ്യുവാണ്. ഇവിടെ വന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ബൈ ചെയ്യും. ബൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ക്യാൻഡലിൽ സ്റ്റോപ്പ് ലോസ് അടിക്കുന്നില്ല, എന്നിരുന്നാലും അതിന് ശേഷം പോയിട്ടത് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ വിപ്രോയ്ക്കകത്ത് സംഭവിച്ചിരിക്കുന്ന ഈ സപ്പോർട്ടല്ല, നെക്സ്റ്റ് ലെവൽ ഓഫ് സപ്പോർട്ടിലാണ് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് തിരിച്ച് കയറിയേക്കുന്നത്. ആരെങ്കിലും ഇതിൻ്റെ താഴത്തെ സപ്പോർട്ടിൽ നിന്ന് ബൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് 1:2 റിസ്ക് റിവാർഡ് ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 4 നോക്കിയാൽ 2 പ്രോഫിറ്റും 2 ലോസും. ഇനിയിപ്പോൾ ONGCയിലാണ് നമ്മൾ ഇന്ന് ട്രേഡ് എടുത്തിരുന്നത്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്, ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിനുശേഷം മുകളിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്തു. ഇവിടെ നമ്മൾ സെൽ എൻട്രി ഇട്ടു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് 0.5%ലാണ് വരുന്നത്. അപ്പോൾ പിന്നെ അങ്ങോട്ടേക്ക് മാർക്കറ്റ് പോയിട്ടില്ല. ഏകദേശം 0.28%ൻ്റെ മൂവ് ലോസിൻ്റെ സൈഡിലേക്ക് കൊടുത്തതിന് ശേഷം ഈ സപ്പോർട്ടിൽ വന്ന് കാര്യമായ സപ്പോർട്ട് എന്നത് എടുത്തിട്ടുണ്ട്. അത് 0.81% ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ടാർഗറ്റ് 1%ലേക്ക് അത് മൂവ് ചെയ്തിട്ടില്ല. തിരികെ അത് മുകളിലേക്ക് കയറിയ സമയത്ത് നമ്മൾ എക്സിറ്റ് എടുക്കുകയാണ് ചെയ്തത്. അതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. നമ്മൾ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഈ സ്ക്രീൻഷോട്ട് എടുത്തേക്കുന്നത് 9:18 നമ്മൾ താഴത്തെ ബൈ ഓർഡർ ഇട്ട് വെച്ചു, മുകളിൽ സെൽ ഓർഡർ ഇട്ട് വെച്ചു. അപ്പോൾ മുകളിൽ ചെന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ സെല്ലാകും, താഴത്തൊന്ന് ഹിറ്റ് ചെയ്യുമ്പോൾ ബൈ ആകും. ഇത് രണ്ടും ബ്രാക്കറ്റ് ഓർഡർ ആയിട്ടാണ് നമ്മൾ ഇടുന്നത്. അപ്പോൾ നമ്മളത് ഇട്ടതിന് ശേഷം നമുക്കിവിടെ കാണാം 9:21 നമ്മളുടെ ആ ഒരു മുകളിൽ ടച്ച് സെൽ ഓർഡർ ട്രിഗറായി. അപ്പോൾ നമുക്കിവിടെ താഴത്ത് കാണാം, താഴത്തെ ഓർഡർ കിടപ്പുണ്ട്, ബൈ ഓർഡർ അവിടെ കിടപ്പുണ്ട്. ഇത് ടാർഗറ്റ് ഓർഡറാണ്, ഇത് സ്റ്റോപ്പ് ലോസ് ഓർഡറാണ്. അപ്പോൾ 188 ക്വാണ്ടിറ്റി. അതിന് ശേഷം നെക്സ്റ്റ് മിനിറ്റിൽ നമ്മളത് ഇവിടെ ടച്ച ബൈ ഓർഡർ ക്യാൻസൽ ചെയ്തു. അതിനുശേഷം മാർക്കറ്റ് നമുക്കിവിടെ കാണാം നല്ല രീതിയിൽ താഴത്തേക്ക് വന്നു. എന്നിട്ട് വീണ്ടും ഒരു റീടെസ്റ്റ് നമ്മളുടെ എൻട്രി പോയിൻറ്റിൽ കൊടുത്തു. അതിനുശേഷം വീണ്ടും താഴത്തേക്ക് ഫോളോ ചെയ്യുന്ന കാഴ്ചയാണ് ഇവിടെ കണ്ടത്. ഇതങ്ങനെ വന്നിട്ട് നമ്മുടെ ആ സപ്പോർട്ടിൽ വന്ന് കൃത്യമായി സപ്പോർട്ട് എടുത്തു.
നമ്മൾ പ്രതീക്ഷിച്ചു ഇതൊന്ന് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക്, കാരണം കഴിഞ്ഞ ദിവസം അത് ബ്രേക്ക് ചെയ്ത് താഴത്തേക്ക് കുറച്ച് മൂവ് ചെയ്തിട്ടുണ്ട്. അതുപോലൊരു മൂവ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇന്ന് നമുക്കവിടെ 1:2 റിസ്ക് റിവാർഡ് കിട്ടുമായിരുന്നു. പിന്നെ പ്രത്യേകിച്ചും നമുക്ക് ഇവിടെ കാണാം, ഇന്നിപ്പോൾ നമ്മളുടെ ലാസ്റ്റ് ട്രേഡിംഗ് ഡേ ആണ് ഈ മാസത്തിൽ നമ്മൾ മൊത്തം 21 ദിവസം ട്രേഡ് ചെയ്തു. അതിൽ 10 ദിവസം നമുക്ക് പ്രോഫിറ്റ് ആയിരുന്നു, 11 ദിവസം ലോസ് ആണ്. 48% വിൻ റേഷ്യോ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നെറ്റ് പ്രോഫിറ്റ് നമുക്ക് കിട്ടിയേക്കുന്നത് 6.29%. മോശമില്ല, കാരണം കഴിഞ്ഞ മാസം നമുക്ക് 20% റിട്ടേൺ കിട്ടിയിരുന്നതാണ്. നമ്മളുടെ ഒരു മാസത്തെ ടാർഗറ്റ് എന്ന് പറയുന്നത് 8.3% അല്ലെ 8.5% ആണ് നമ്മളുടെ ടാർഗറ്റ്. ഒരു വർഷം നമുക്ക് ആകെ 100% കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. അപ്പോൾ നമുക്ക് ഈ മാസം ഇന്ന് 100 രൂപയാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അതുപോലെ തന്നെ ഈ ദിവസം നമുക്ക് 1:2 എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ 2, 3, 4, 5 ദിവസങ്ങളിൽ ഈ മാസം നമുക്ക് 1:2 റിസ്ക് റിവാർഡ് കിട്ടിയില്ല. കിട്ടാത്ത എന്തുകൊണ്ടാണെന്ന് നമുക്കിപ്പോൾ മനസ്സിലായി കാണും. കാരണം നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മൾ ലോ ടു ഹൈ അളന്ന് നോക്കിക്കഴിഞ്ഞാൽ അത് ജസ്റ്റ് മൂവ് ചെയ്തേക്കുന്ന 1.1% ആണ്. ഈ 1.1% സ്റ്റോക്ക് മൂവ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ 1.5% അത് മൂവ് ചെയ്യാതെ അതിനുള്ളിൽ നിന്ന് നമുക്ക് 1% പ്രോഫിറ്റായിട്ട് എടുക്കുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടിട്ടാണ് നമുക്കിന്നും ആ ടാർഗറ്റ് കിട്ടാതെ പോയത്. അങ്ങനെ 5 ദിവസങ്ങളിൽ ഈ മാസം വാച്ച് ചെയ്തിട്ടുള്ളവർക്കൊക്കെ അറിയാം, നമ്മളെടുത്ത സ്റ്റോക്ക് കുറച്ച് വളരെ കുറഞ്ഞ മൂവാണ് പല ദിവസങ്ങളിലും കൊടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ടാർഗറ്റ് 5 ദിവസം 10 ദിവസം പ്രോഫിറ്റ് കിട്ടിയാൽ 5 ദിവസവും ടാർഗറ്റ് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ അത് വളരെയധികം നമ്മളെ ബാധിച്ചു. അല്ലായിരുന്നെങ്കിൽ നമുക്ക് ഈ മാസം 8% മേളിൽ ഇല്ല 10% മേളിൽ നമുക്ക് ഈ മാസം അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഇന്ന് നിങ്ങൾക്കറിയാം 1:2 വരെ ഓൾറെഡി പോയിട്ടുള്ളതാണ്. അതായത് 250 കൂട്ടിക്കോളൂ. അങ്ങനെയാണ് അത് എടുത്തിരുന്നെങ്കിൽ 1:1 പോയപ്പോൾ 1:1 നമ്മൾ എക്സിറ്റ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് 8% മേളിൽ കിട്ടുമായിരുന്നു. പക്ഷേ നമ്മൾ 1:2 വേണ്ടി തന്നെ ടാർഗറ്റ് ചെയ്തിരുന്നു. ഇടയ്ക്ക് നമ്മൾ ഇടപെടാൻ തയ്യാറായില്ല. അതുകൊണ്ടിട്ടാണ് നമുക്ക് ജസ്റ്റ് ട്രയൽ ചെയ്തിട്ട് 100 റുപ്പീസിൽ നമ്മൾ അവസാനിപ്പിച്ചു. അപ്പോൾ 6% എന്ന് പറയുമ്പോൾ നമ്മൾ ഇതുവരെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ മാസം നമ്മൾ -6% ആയിരുന്നു. കഴിഞ്ഞ മാസം 20% ഉണ്ടായിരുന്നു. ഈ മാസം വന്നിട്ട് 6.29 ഉണ്ട്. അപ്പോൾ നമ്മൾ നെറ്റ് എല്ലാം കൂടെ കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 20, അപ്പോൾ നമുക്കിപ്പോൾ ഇവിടെ കാണാം, നമുക്ക് ഈ 3 മാസം കൂടെ നെറ്റ് കിട്ടിയേക്കുന്നത് 20.29%. അപ്പോൾ 20.29% എന്ന് പറയുമ്പോൾ അത് ഒരു മാസത്തെ ആവറേജ് എടുത്തു കഴിഞ്ഞാൽ 3 മാസത്തെ /3. അപ്പോൾ നമുക്ക് നെറ്റ് ഒരു മാസം കിട്ടിയേക്കുന്ന ആവറേജ് എന്ന് പറയുന്നത് 6.76% എവറി മന്ത് ആവറേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മന്ത്ലി ആവറേജ് നമ്മുടെ ടാർഗറ്റിലേക്ക് ഏകദേശം ഒരു 1%, 1.5% വ്യത്യാസമാണ് കാണിക്കുന്നത്. അത് കുഴപ്പമില്ല. അടുത്ത മാസം നമ്മൾ ഇപ്പോൾ ഒരു 10%, 20% മേ ബി കയറി വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ പറയുന്ന കണക്കൊക്കെ മാറിക്കോളും. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റിൽ നമുക്ക് കിട്ടുന്നത് വളരെ മികച്ച റിട്ടേൺ ആണ്. ബാങ്കിലിട്ടാൽ നമുക്ക് 6.5% 5% ഇൻട്രസ്റ്റ് റേറ്റ് ഇയർലി കിട്ടുമ്പോൾ നമ്മൾ ഓരോ മാസവും ഇപ്പോൾ 6.7 വെച്ചിട്ട് നമുക്കിവിടെ കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. സോ ദാറ്റ് അത് വളരെ മികച്ച റിട്ടേൺ ആണ്. അപ്പോൾ അടുത്ത മാസം നമ്മുടെ ഈ സ്റ്റോക്ക് നമ്മൾ ഒന്ന് സ്വിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യകത ഉണ്ട് എന്ന് തോന്നുവാണ്. കാരണം ഇതിൻ്റെ ATR ഇന്ന് ഈവനിങ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം. അതിനുശേഷം ഏറ്റവും കൂടുതൽ ATR ഉള്ളത് നമ്മുടെ വാച്ച് ലിസ്റ്റിലുള്ള ഈ 3 സ്റ്റോക്കുകളിൽ ഏറ്റവും കൂടുതൽ ATR ഉള്ളത് ഏതാണോ അതിലേക്ക് നമ്മൾ സ്വിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഇതിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ BPCയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല മൂവ് കാണിക്കുന്നുണ്ട്. ഇന്നാണെങ്കിലും അത് ലോ ടു ഹൈ 2% മൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2% ഓർ എബോ മൂവ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ട്രേഡ് ചെയ്യാൻ വളരെ നല്ലതാണ്. നേരെ മറിച്ച് NDPC നോക്കിയാലും NDPCയും അത്രയ്ക്കൊരു നല്ല മൂവ് കൊടുക്കുന്നില്ല. ജസ്റ്റ് 1% കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നുള്ളൂ, ഇന്നും കൊടുത്തിട്ടുള്ളൂ. ഇനി പവർ ഗ്രിഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പവർ ഗ്രിഡ് ഇവിടെ ലോ ടു ഹൈ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് 1.6% മൂവ് കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് ഇതേപോലെ ഒരു 1.5% മുകളിൽ, ആക്ച്വലി പറഞ്ഞാൽ 2% എങ്കിലും മിനിമം എബോ നമുക്ക് ATR ഉള്ള സ്റ്റോക്കുകളായിരിക്കും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ട് നല്ലത്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് പറയാനുള്ള ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ട്രേഡിങ്ങിൽ വിജയിക്കണമെങ്കിൽ ഉറപ്പായിട്ടും ജേണൽ എഴുതി തുടങ്ങുക. ഒപ്പം തന്നെ നിങ്ങൾ മനസ്സിലാക്കി കാണും, നമ്മൾ മണിക്കൂറുകളോളം ഇതിൽ നോക്കിയിരുന്നു. പക്ഷേ ഈ ലാസ്റ്റ് മൊമെൻറ്റിലേക്ക് വരുമ്പോൾ പോലും നമുക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇന്നങ്ങനെ നെഗറ്റീവിൽ കൊണ്ട് കളയണ്ട എന്ന് വിചാരിച്ചത് കൊണ്ട് മാത്രമാണ് നമ്മളവിടെ ട്രയൽ ചെയ്ത് എക്സിറ്റ് എടുത്തത്. അതല്ലാതെ ഇതിനകത്ത് നമ്മൾ ഇടപെടത്തില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ലോസ് കൊടുക്കാൻ നമ്മൾ ആക്ച്വലി തയ്യാറായിരുന്നു. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് സ്റ്റിൽ ഇതിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എൻട്രി എടുത്തിടത്തേക്ക് തന്നെ വന്ന് അവസാനിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ എക്സിറ്റ് എടുത്ത ഏകദേശം ആ ഒരു മേഖലയിൽ തന്നെയാണ് ഇത് ഏകദേശം അവസാനിക്കാൻ പോകുന്നതെന്നാണ് കാണുന്നത്. സോ ദാറ്റ് 3 മണി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. അതുകൊണ്ട് നമ്മൾ മാനുവൽ എക്സിറ്റ് എടുത്തു, അത്രേ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം ഒരു ട്രേഡ് മാത്രം എടുക്കുക. ഡിസിപ്ലിനോടുകൂടെ നിങ്ങൾ കാത്തിരിക്കാൻ തയ്യാറാകുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എൻട്രി എടുത്തതിന് ശേഷം ഇത്രമാത്രം സമയം, അപ്പോൾ നമ്മൾ എൻട്രി എടുത്തിടം തൊട്ട് എക്സിറ്റ് എടുത്തത് വരെയുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത്രയും ക്യാൻഡിലുകൾ, അതായത് 5 മണിക്കൂർ 45 മിനിറ്റ് നമ്മൾ ഈ ട്രേഡിലിരുന്നു. പക്ഷേ ആ ട്രേഡിൽ നമ്മൾ ഇടയ്ക്ക് എവിടെയും ഇടപെട്ടില്ല. 1:1 വേണമെങ്കിൽ നമുക്കിവിടെ എക്സിറ്റ് എടുക്കാമായിരുന്നു. ഇവിടെ മുതൽ ഏകദേശം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ സമയം 1:1 എബോ മാർക്കറ്റ് നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മൾ എക്സിറ്റ് എടുക്കുമായിരുന്നു, നമുക്കിവിടെ കുറച്ചും കൂടെ പ്രോഫിറ്റ് കൂട്ടിയൊക്കെ കാണിക്കാം. പക്ഷേ അതൊന്നും നമ്മുടെ പ്രശ്നമല്ല. ഇതിപ്പോൾ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് ലോസ് കൊടുക്കാതിരിക്കാൻ മാത്രമേ നമ്മൾ ശ്രമിച്ചിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ ഡിസിപ്ലിനോട് കൂടെ മുന്നോട്ട് പോവുക. എന്തായാലും വിജയം നമ്മുടെ വഴിയെ വരും. അതിന് നമ്മൾ സമയം കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മാസം നമുക്ക് പറ്റിയത് ഇതാണ്. ഏകദേശം ഒരു 50% അടുത്ത് നമ്മൾ വിൻ റേഷ്യോ എത്തിച്ചു. പക്ഷേ അതിനകത്ത് നമുക്ക് സ്റ്റോക്ക് മൂവ് ചെയ്യാത്ത കൊണ്ടിട്ടാണ് നമ്മുടെ പ്രോഫിറ്റ് കയറി വരഞ്ഞത്. അപ്പോൾ അത്യാവശ്യം സ്റ്റോക്കിന് മൂവ് ഉണ്ടായിരുന്നു എങ്കിൽ 50% എന്ന് പറഞ്ഞാൽ 25% നെറ്റ് നമുക്കിവിടെ പെർസെൻറ്റേജ് ഓഫ് റിട്ടേൺ കിട്ടേണ്ടതാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്ത മാസം ഇതേപോലെ തന്നെ ഒരു 50% വിൻ റേഷ്യോ കിട്ടിയാൽ, ഇപ്പോൾ കഴിഞ്ഞ മാസം 50% വിൻ റേഷ്യോ കിട്ടിയപ്പോൾ നമുക്ക് 20%ൻ്റെ നെറ്റ് പ്രോഫിറ്റാണ് കിട്ടിയത്. അതിന് മുമ്പത്തെ മാസം നമുക്ക് വിൻ റേഷ്യോ വളരെ കുറവായിരുന്നു. ഈ മാസം കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് നമ്മൾ കാര്യമായ ദിവസങ്ങൾ ട്രേഡേ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് ഇവിടെ കാണാൻ 8 ദിവസം ട്രേഡ് ചെയ്തിരുന്നുള്ളൂ. അപ്പോൾ അത് കുഴപ്പമില്ല. അപ്പോൾ നെക്സ്റ്റ് മന്ത് നമ്മളിത് ഫുള്ള് ചെയ്യുമ്പോൾ നമുക്കൊരു 50% വിൻ റേഷ്യോ കിട്ടുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മളൊരു 20-25%ൻ്റെ ROEയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ വീണ്ടും നമ്മളുടെ ടാർഗറ്റ്, അതായത് 8.5%ന് മുകളിൽ നമ്മൾ നിലനിൽക്കുന്നുണ്ടാകും. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.